ആലുവ അദ്വൈതാശ്രമവും ഗുരുവായൂർ സുവിധം ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാമ്പഴ ഫെസ്റ്റ് പ്രശസ്ത മാധ്യമ നിരൂപകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. 1909 ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് നട്ടുപിടിപ്പിച്ച 100 വർഷത്തിലേറെ പഴക്കമുള്ള മാവിൻ ചുവട്ടിലാണ് ഈ അപൂർവ സംഗമം നടന്നത്. ഡോക്ടർ പൽപ്പു മൈസൂരിൽ നിന്നും എത്തിച്ച 17ഓളം ഇനം മാമ്പഴങ്ങളുടെ പ്രദർശനവും ഫെസ്റ്റിലുണ്ടായിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുവായൂർ സുവിധം ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ചേർന്ന് നടത്തുന്ന മാമ്പഴ ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ നട്ട 100 വർഷം പിന്നിട്ട മാവിൻ ചുവട്ടിലാണ് ഫെസ്റ്റ് ഉദ്ഘാടനം നടന്നത്. 1909 ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പൽപ്പു മൈസൂരിൽ നിന്ന് 17ൽ പരം മാവിൻ തൈകൾ കൊണ്ടുവന്നതായാണ് ഐതിഹ്യം. നൂർജഹാൻ, മയിൽപീലി, ചന്ദ്രകാര, പ്രിയൂർ, വരിക്ക തുടങ്ങിയ സ്വാദിഷ്ടമായ വിവിധ ഇനം തൈകൾ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ നട്ടിട്ടുണ്ട്. ആശ്രമ ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾക്കായാണ് ഫലങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഗുരുവായൂർ കേന്ദ്രമായുള്ള സുവിധം ചാരിറ്റബിൾ സൊസൈറ്റിയുമായി കൈകോർത്ത് നടത്തുന്ന മാമ്പഴ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മാധ്യമ നിരൂപകൻ അഡ്വക്കേറ്റ് ജയശങ്കർ നിർവഹിച്ചു. തീർച്ചയായിട്ടും ഇവിടെ വെച്ച് നടത്തണം. കാരണം ഇത് ആ രീതിയിലൊരു പ്രാധാന്യമുള്ള ചടങ്ങായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് എൻ്റെ സംഘാടകരോടും അതിന് സകല സഹായം ചെയ്ത ആശ്രമത്തിൻ്റെ നടത്തിപ്പുകാരോടും സ്വാമിയോടും എല്ലാവരോടും എൻ്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. ഇതുപോലെയുള്ള ചടങ്ങുകളാണ് സത്യത്തിൽ നമ്മുടെ പൊതുജീവിതത്തെ ധന്യമാക്കുന്നത്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, ഡോക്ടർ സജി ഗോമസ്, വിഷ്ണുപ്രിയൻ കർത്ത, കെ ബിനു, വൃക്ഷ വൈദ്യൻ, സതീശൻ ചാവക്കാട്, സുവിധം ചാരിറ്റബിൾ സൊസൈറ്റി സംഘാടക സമിതി കോർഡിനേറ്റർ സതീശൻ ചാവക്കാട്, വിജയലാൽ നെടുങ്കണ്ടം, ജിം വർഗീസ്, മാതാ ആര്യനന്ദ, മാതാ ദർശനമായി, മാതാ നാരായണ ചിത് പ്രകാശിനി, ഡോക്ടർ അരുൺലാൽ, സജീവ് നാണു എന്നിവർ സംബന്ധിച്ചു. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുള്ള മാമ്പഴ പ്രേമികളും മറ്റു ഗ്രൂപ്പുകളിൽപ്പെട്ടവരും ഒക്കെ തന്നെ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെയധികം മാമ്പഴങ്ങളുടെ വൈവിധ്യം അതിവിടെ പ്രദർശിപ്പിക്കാനായി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് വളരെയധികം ജനപ്രിയമായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. നയാഗ്ര വെള്ളച്ചാട്ടം കൊച്ചിയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വിസ്മയ എക്സ്പോയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ ദ സറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും അവിസ്മരണീയ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം.